മാപ്പിളപ്പാട്ടിൻ്റെ മാന്ത്രികൻ എന്നറിയപ്പെടുന്ന ജനാബ് എരിഞ്ഞോളി മൂസക്കയും കുടുംബമാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. അസ്സലാമു അലൈക്കും. മലയാളി പ്രേക്ഷകർക്ക് എരിഞ്ഞോളി മൂസക്കാനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എന്നാൽ അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ നമുക്ക് വേണ്ടി പരിചയപ്പെടുത്തുകയാണ്. ഇക്ക എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്താം. ഇതാണ് എൻ്റെ ബീവി കുഞ്ഞാമിന. തിരിക്കാൻ വേണ്ടി കുറച്ച് പ്രയാസമുണ്ട്, തടി കൂടിയുണ്ട്, കുറച്ച് പ്രയാസമുണ്ട്. പറഞ്ഞു കൊടുക്കും പേര്. ഇത് എൻ്റെ മൂത്ത മോള് നസീറ. ഇതെൻ്റെ രണ്ടാമത്തെ മോള്. ഇതെൻ്റെ മൂന്നാമത്തെ മോള്. പിന്നെ 3 ആൺകുട്ടികളുണ്ട്. ഒരുത്തൻ്റെ പേര് നിസീർ, ഒരുത്തൻ്റെ പേര് നിസാർ, ഒരുത്തൻ്റെ പേര് സാദിഖ്. അപ്പോൾ ഇവിടെ നാട്ടിലില്ലാത്ത കുട്ടികളാണ്, അവരിതിലില്ല. കുട്ടികളൊക്കെ ഇത് എൻ്റെ മൂത്ത മോളെ മകൻ ഷഫീഖ്. എന്താ ചെയ്യണേ? ഷോപ്പിൽ വർക്ക് ചെയ്യുന്നു. ആണല്ലേ. മോൻ്റെ പേരെന്താ? ഷബീർ. ഫഹദ്. ഫർസിൽ. സൽമാൻ. എന്താ വർക്ക് ചെയ്യണോ? പഠിക്കാനല്ലേ. എന്താ ഡിഗ്രിയാ? അക്കൗണ്ടിങ്. അപ്പോൾ ഇവരൊക്കെ പേരക്കുട്ടികളാണ്. എന്താ പേര്? ഷമീർ. പഠിക്കാം? ഏതാ? ബികോം അല്ലേ. ഫൈനൽ ഇയറാ? ഫസ്റ്റ് ഇയർ. പല്ലില്ലാത്തതുകൊണ്ടുള്ള ചെറിയ പ്രശ്നമാണ്. അതെ അതെ. അവള് ഏറ്റവും ചെറിയ മോള്. അപ്പോൾ 33 ദിവസമായിട്ടുള്ളൂ. മോളെ പേര് ഫാത്തിമ സദ. ഒരുപാട് റംസാൻ്റെ അനുഭവങ്ങളുള്ള മൂസാക്കാക്ക് നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയേണ്ടത്, എനിക്ക് ഒരു 72 റംസാൻ്റെ ബന്ധമുണ്ട്. അപ്പം എൻ്റെ എല്ലാം കുട്ടിക്കാലത്തുള്ള റംസാൻ, അന്ന് നാട് മൊത്തം ഒരു വല്ലാതെ ദാരിദ്ര്യത്തിലുള്ള ഒരവസ്ഥയാണ്. ഏതാനും ചില ആളുകൾ കുറച്ച് സാമ്പത്തികമായിട്ടുണ്ടെങ്കിലും മൊത്തം നാടിൻ്റെ അവസ്ഥ എങ്ങനെയാണ്. അതുപോലെ തന്നെ ഒരു കുടുംബത്തിൽ ഈ നോമ്പെല്ലാം വന്നാൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടിൽ ഞാനും അങ്ങനെയാണ്. നോമ്പ് സമയത്തെല്ലാം വെച്ചാൽ ഇന്നത്തെ മാതിരിയുള്ള ഒരു കൊച്ചിയിലുള്ള, പക്ഷെ ഒന്നുണ്ട്, അന്നത്തെ ആ ദാരിദ്ര്യം ആണെങ്കിൽ കൂടി അന്നത്തെ ആ നോമ്പിനും വല്ലാത്തൊരു നോമ്പ് തുറ, നോമ്പിൻ്റെ ആ ദിവസങ്ങൾ, അതിൻ്റെ അവസ്ഥകൾ, അതെല്ലാം നല്ലൊരു സുഖമുള്ളൊരു സമയം. ഇന്ന് വെച്ചാൽ എല്ലാത്തിനും ധാരാളിത്തരാണ്. ഇത് വേസ്റ്റാക്കുക, കണ്ടമാനം ഭക്ഷണങ്ങൾ ഉണ്ടാക്കുക. അത് അന്ന് ദാരിദ്ര്യമാണെങ്കിൽ കൂടി പിന്നെ അത്രയേ ഉള്ളൂ. ഇന്ന് ദാരിദ്ര്യം എല്ലാത്തിൻ്റെ പേരിൽ കണ്ടമാനം ഒരു ആവശ്യത്തിന് ഒരു മനുഷ്യൻ നോമ്പ് പിള്ളേർ നോമ്പ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരു ദിവസം തന്നെ ഉണ്ടാക്കുക. ഒരു മനുഷ്യൻ്റെ ഒരു 4-5 ആൾക്കാർ ഒരു ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു 30 ആൾക്കുള്ള ഭക്ഷണം കൊണ്ടാക്കുക. ഇതൊന്നും വേണ്ടാന്നല്ല, പക്ഷെങ്കിലും വല്ലാത്ത അന്നത്തെ ആ ഭയഭക്തി, ആ നോമ്പിൻ്റെ ഭയഭക്തി, ഇതോടുകൂടി എൻ്റെ അഭിപ്രായമാണ്, എനിക്ക് തോന്നിയതാണ്. എൻ്റെ കുട്ടിക്കാലത്തുള്ള നോമ്പ് പറയും ഞാൻ അനുഭവിച്ചതാണ്. ഇന്നത്തെ ഇത് കാണുന്ന നോമ്പിൻ്റെ ഗൗരവം, നോമ്പ് എല്ലാ ദിവസവും എല്ലാ കൊല്ലവും ഇനി ഖിയാമത്ത് വരെ ഒറ്റ ഗൗരവമാണ്. അതിൻ്റെ ഗൗരവത്തിന് പക്ഷേ നമ്മൾ കൊണ്ടാടുന്നതിൻ്റെ ഗൗരവം രണ്ട് രീതിയായി. അതാണ് എൻ്റെ ഓർമ്മയിലുള്ള ഒരു നോമ്പ്. ഒരുപാട് പാട്ടുകൾ, അനേകം ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഒരുപാട് പാട്ടുകൾ പാടി ഇക്കാക്ക് ഗൾഫിലെ ആ ഒരു നോമ്പിൻ്റെ ഒരു അവസ്ഥ, ഇവിടുത്തെ ഒരു അവസ്ഥ അതെങ്ങനെയായിരുന്നു? ഗൾഫിലെ നോമ്പിന് നോമ്പ് സമയത്ത് എല്ലാ 30 ദിവസം ഞാൻ ഗൾഫിലുണ്ടാകുന്നൊരു സ്വഭാവമില്ല. നോമ്പിൻ്റെ 2-3 ദിവസം മുമ്പ് മാത്രമേ നമ്മൾ അവിടെ പോകുന്നുള്ളൂ. ഒരു പ്രോഗ്രാം നടത്താനാണ് ഞാൻ ഇതുവരെയും. പെരുന്നാൾ ഒരു 22 കൊല്ലമായിട്ട് 2 പെരുന്നാളിന് ഞാൻ ഗൾഫ് നാടുകളിലാണ്. അപ്പോൾ നോമ്പിൻ്റെ അവിടുത്തെ ഗൗരവം എനിക്കത്ര പിടുത്തം കിട്ടിയില്ല. 2-3 ദിവസം മുമ്പുള്ള അതൊരു അവിടുത്തെ നോമ്പ് ഓരോന്നും പറയണ്ടില്ല, അതൊരു മഹാസംഭവം തന്നെയല്ലേ. പിന്നെ അവിടുത്തെ എല്ലാത്തിനും വല്ലാത്തൊരു ചിട്ടയും എല്ലാം, അത് അറേബ്യൻ നാടിൻ്റെ ആ ഗൗരവം എന്തായാലും ആ ഗൗരവം ഉണ്ടല്ലോ. അപ്പോൾ ഇത്രയും ഞാൻ അനുഭവിച്ചിട്ടുള്ളൂ. ഞാൻ ഒരു നോമ്പിൻ്റെ 1-2 ദിവസത്തെ അനുഭവമല്ലാണ്ട് ഒരു നോമ്പ് സമയത്ത് ഒരു 30 ദിവസം അവിടെ ഉണ്ടായിട്ടില്ല.
നോമ്പിനെ പറ്റി 2 വാക്ക് പറയും. നോമ്പ് 36 നോമ്പ് ഞാൻ എടുക്കലുണ്ട്. സ്വതവേ ഞാൻ വെള്ളം വെച്ചതിന് ശേഷം 36 നോമ്പ് ഞാൻ എടുക്കും. 6 നോമ്പ് അടക്കും 6 നോമ്പ് എടുക്കും. എനിക്ക് ഇത്രയും ഇഷ്ടപ്പെട്ട നോമ്പോടാണ്. കേട്ടല്ലോ, എല്ലാവരും പറയുന്നത് 30 നോമ്പ് എടുക്കുന്നതാണ്, ഇപ്പം 36 നോമ്പ് എടുക്കുന്നതാണ് പറയുന്നത്. മുസക്ക, നമുക്ക് ഇനി ഒരു പാട്ടായാലോ? അതായത് റംസാനെ പറ്റി മൂസക്കാക്ക് ഒരുപാട് പാട്ടുകൾ പാടിയ ആളാണല്ലോ. റംസാനെ പറ്റി മൂസക്കാക്ക് ഒരു പാട്ട് പാടാം. ഓ റംസാൻ ഏകദേശം അതിന് ഒരു സംബന്ധിച്ചുള്ള ഞാൻ ഒരു കാര്യം ചെയ്യും. ഇപ്പം ഇവരെല്ലാം മുന്നിൽ സാധാരണ പാടാൻ കഴിയുന്ന ഒരാളല്ല ഞാൻ. എൻ്റെ മക്കളെല്ലാം ആണെങ്കിലും ഇവരെ മുമ്പിൽ വെച്ച് സാധാരണ എനിക്ക് പാടാൻ അവസരം കിട്ടിയില്ല. ഞാനങ്ങോട്ട് എവിടെയെങ്കിലും വീട്ടിൽ പാടും, ഇവർ വീട്ടിലായിരിക്കും. അപ്പോൾ ഇവർക്ക് ആ ഒരു അവസരം ഞാൻ ഇപ്പോൾ ഉപയോഗിക്കും. ഇവർക്കൊരു കഥ പാട്ടിലെ കൂടി, മാപ്പിളപ്പാട്ടിലെ കൂടി കഥ ഇവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഓമന മോഹമ്മദീനെ ഓത്തിനായ ചില്ല, ഓമനിക്കാൻ ബാപ്പ വേണം, ബാപ്പ ജീവിപ്പില്ല. ഓമന മോഹമ്മദീനെ ഓത്തിനായ ചില്ല, ഓമനിക്കാൻ ബാപ്പ വേണം, ബാപ്പ ജീവിപ്പില്ല. ആമിന ബീബിൻ്റെ കൽബിൽ നൊമ്പരം പേരൂത്ത്, ആറ്റലായ മോനെയോർത്ത് വേദന കൂരുത്ത്. ഏറ്റ ദുഃഖം കാട്ടിടാതെ ഓമനിച്ചാണച്ച്, ആമിനാബി പൂമകനിൽ ചുംബനമാണച്ച്. അത്തലിൻ തൻ മുത്ത് മോനെ ആറ്റ് നോറ്റ് പോറ്റി, ആമിനാബി ആശയോടെ പൂമകനെ തീറ്റി. നോമ്പ് കാലത്ത് നമ്മൾ പകല് ഫുൾ ടൈം ഭക്ഷണം ഒഴിവാക്കും, എന്നാൽ രാത്രി നമുക്ക് ഒരുപാട് ഭക്ഷിക്കാം. നമ്മൾ ഈ ഏരിയയിൽ തലശ്ശേരി, കണ്ണൂർ ഈ ഏരിയയിൽ ഒരുപാട് വിഭവങ്ങളുടെ സമൃദ്ധമായ ഒരു നാടാണല്ലോ. ഇക്കാക്ക് ഈ വിഭവങ്ങളെ പറ്റിയിട്ട്, സ്വന്തം നാടിനെ പറ്റിയിട്ട് എന്താണ് പറയാനുള്ളത്? തലശ്ശേരി വിഭവങ്ങൾ പിന്നെ എത്രയോ കൊല്ലങ്ങളായിട്ട് അതിനൊരു പ്രത്യേക ഉള്ളൊരു സംഗതിയാണ് തലശ്ശേരി ആഹാരങ്ങൾ, പലഹാരങ്ങളും മറ്റും മറിച്ചുണ്ട്. ഇനിയും മറ്റുള്ള കൂട്ടർ ഇത് കാണാത്ത കൂട്ടർ ഇപ്പോൾ ഉണ്ട്. തലശ്ശേരി ബിരിയാണി പ്രത്യേകം ഏത് നാട്ടിലും, കേരളത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും. ദുബായിൽ തലശ്ശേരി ഹോട്ടൽ എന്ന് പറഞ്ഞിട്ടുള്ളൂ, ഹോട്ടൽ 3 എണ്ണമായിട്ടുണ്ട് തലശ്ശേരി ദുബായിൽ. അപ്പം തലശ്ശേരി ബിരിയാണി ഇത് പ്രത്യേകം എഴുതി വെക്കുന്ന കാണാം. ഇപ്പം നമ്മൾ കോട്ടയത്ത് പോയാലോ അല്ല കൊല്ലത്ത് പോയാലോ തിരുവനന്തപുരത്ത് പോയാലോ അവിടെ തലശ്ശേരി ബിരിയാണി ഇവിടെ കിട്ടും. അപ്പം അങ്ങനെയുള്ള ഒരു വല്ലാതെ അതിനാഘട്ടം വരുന്നതാണ് പലഹാരങ്ങൾ വെച്ചാൽ ഇവിടെ ഈ ചില പലഹാരങ്ങൾ ഇന്നും കാണാത്ത അടുത്ത നാട്ടുകാരുണ്ട്. അതെന്താ അവർക്ക് ഇതെന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ട്, ചോദിക്കും അവർ. അതറിയണം. അവർ 100 കണക്കിന് പലഹാരങ്ങൾ. ഇവർ എൻ്റെ മോളുമല്ല അതിൻ്റെ ഉസ്താദാ. വ്യത്യസ്തമായിട്ട് എന്താണ് ഉണ്ടാക്കല്? കായ്പോള ഉണ്ടാക്കും, ഇറച്ചിപ്പോള ഉണ്ടാക്കും, പിന്നെ മുട്ടപ്പോള ഉണ്ടാക്കും, പിന്നെ സാൻഡ്വിച്ച് ഉണ്ടാക്കും. ഈ കായ്പോള എന്ന് പറയുന്നത് മൈദ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. കായ് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ട്, നേന്ത്രപ്പഴം മുറിച്ചെടുത്തിട്ട് പിന്നെ എണ്ണയിൽ നല്ലോണം പൊരിച്ചെടുക്കും. എന്നിട്ട് മുട്ടയും പഞ്ചസാരയും ഏലക്കായും തേങ്ങ തൊടില്ല, ഏലക്കായും മുട്ടയും പഞ്ചസാരയും കൂട്ടി നല്ലോണം അടിക്കും. കൈ കൊണ്ട് തന്നെ മിക്സിയിലൊന്ന് അടിക്കും. എന്നിട്ട് ആദ്യം കുക്കറിൽ കുറച്ച് പശു നെയ്യ് വെച്ചിട്ട് കുറച്ച് പിന്നെ ഇത് മുട്ട അടിച്ചത് ഒഴിക്കും. എന്നിട്ട് ഈ വാട്ടിയ കായ ഉണ്ടാവില്ലേ, നല്ലോണം നെയ്യിൽ വാട്ടിയത്, അത് അതിൻ്റെ അകത്ത് ഒഴിച്ച് കൊടുക്കും. എന്നിട്ട് പിന്നെ ഒന്നും കൂടി ഈ മുട്ട അടിച്ചത് പിന്നെ ഒന്നും കൂടി രണ്ടാമത് പിന്നെ ഇതേപോലെ കായ് പിന്നെ പഴം വാട്ടിയതെടുത്ത് ഇട്ട് കൊടുക്കും. എന്നിട്ട് കുക്കർ മൂടിയിട്ട് ചെറുങ്ങനെ ഫീസയിൽ കഴിച്ചിട്ട് ചെറുതായിട്ട് തീയിൽ വെച്ചിട്ട് 15 മിനിറ്റ് കഴിഞ്ഞാൽ ഓഫാകും. ഓഫാക്കിയിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നിർത്താൻ നല്ല
രസമുള്ള പോലെ ആവിയിൽ എടുക്കുന്നതാണ് അല്ലേ? ആ ശരി. ഉമ്മക്ക് എന്താണ് പറയാനുള്ളത് ഈ പലഹാരങ്ങളെ പറ്റിയിട്ട്? ഇറച്ചിപ്പത്തില് ഉന്നക്കായ് കോഴിയുടെ കായ് വറുത്തത് എല്ലാ സാധനവും നമ്മളിവിടെ ഇപ്പോ അടുക്കളയത്തെ ഡ്യൂട്ടി ഇല്ലേ? അവരെ ഏൽപ്പിച്ചു കൊടുക്കാം. അവരാണ്. ഇക്ക വിദേശത്ത് പോയിട്ടൊക്കെ ഒരുപാട് പാട്ടുകളും സ്റ്റേജ് ഷോ നടത്തിയിട്ടുണ്ടല്ലോ. അപ്പൊ അവിടെ ഇക്കാക്ക് മറക്കാൻ പറ്റാത്ത ഒരു രസകരമായ ഒരു അനുഭവം പറയാൻ പറ്റുമോ? രസകരമായ ഒരു അനുഭവം, ഞാനിവിടെ അവിടുത്തെ ഒരു വളരെ സ്വാധീനമുള്ളൊരു പാർട്ടി, രാഷ്ട്രീയ പാർട്ടി. ആ രാഷ്ട്രീയ പാർട്ടിനെ എതിർത്തില്ല. പക്ഷേ ഇവിടെ ഈ നാട്ടിൽ ആ രാഷ്ട്രീയ പാർട്ടിയോട് ബന്ധപ്പെട്ട് അതിൻ്റെ നമുക്ക് പറ്റാത്ത ചില ആൾക്കാരെ ഒരു എതിർപ്പുണ്ടാക്കില്ല ഞാനിവിടെ. ഇവിടെ നമുക്ക് പറ്റാത്ത അവരോട് മൂത്ത് നോക്കി വർത്തമാനം പറഞ്ഞൊരു അങ്ങനത്തെ ഒരു എതിർപ്പ്. അപ്പോൾ അത് അവർ ധരിച്ചു വെച്ചാൽ മൊത്തം പാർട്ടിനോട് കളിച്ചോ എന്നുള്ളൊരു സംശയം അവർക്ക്. ഈ വലിയൊരു പാർട്ടിയാണ്, അപ്പം പാർട്ടിനോടാണ് ഞാൻ കളിച്ചെന്നുള്ളൊരു ഒരു തെറ്റിദ്ധാരണ അവർക്ക് വന്നത്. അപ്പം എന്നോട് ഭയങ്കര സ്നേഹമുള്ള ഈ ഇവിടെ വടകര ചുറ്റുപാടിലുള്ള ഞാനായിട്ട് നല്ല ബന്ധമുള്ളതാണ് എന്ന് പറഞ്ഞ ഇവിടെ ഒരു പ്രോഗ്രാം ഫിക്സ് ചെയ്തിട്ടുണ്ട്, ഇന്ന ദിവസത്തോട് പറഞ്ഞതാണ്. ഞാൻ അവിടെ പരിപാടിക്ക് പോയി. ആ പരിപാടിക്ക് പോകുമ്പോൾ അവിടുത്തെ ദോഹ സിനിമ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇവിടെ ബഹ്റൈനില്ല, പാകിസ്ഥാൻ ക്ലബിലാണ്. അവിടെ എല്ലാ ആൾക്കാരും നിറയുണ്ട്, ഫുള്ളായിട്ട് ആളുണ്ട്. ഓർക്കസ്ട്രയിലുണ്ട്. ആരും ഒന്നും അറിയില്ല, ഞാനറിയില്ല, ആരും അറിയില്ല എന്താ സംഭവിക്കുന്നത്, എന്താണ് ഇതിൻ്റെ നിറയെ ആളുണ്ട്, എല്ലാ ആൾക്കാരും ഉണ്ട്. ഞാൻ പ്രോഗ്രാം അപ്പം മാപ്പിളപ്പാട്ടിൻ്റെ കണ്ണിലുണ്ണി നമ്മളെല്ലാവരും ഇഷ്ടപ്പെട്ട ഇഷ്ടഗായകൻ അങ്ങനെ മറ്റൊരാൾ ഇങ്ങനെ അനൗൺസ് ചെയ്തു. ആദ്യത്തെ ഒരു ഭക്തിഗാനം കൂടി തുടങ്ങുന്ന മൊമെൻ്റ് എൻ്റെ അടുത്ത് മൈക്ക് തന്നു. ഓർക്കസ്ട്ര ഫുള്ള് ഓർക്കസ്ട്രയിലുണ്ട്, അത് അവിടെയുള്ള ഓർക്കസ്ട്രയാണ്. അവിടുത്തെ പാടാൻ നോക്കുമ്പോഴത്തേക്കും ഞാൻ മുന്നിൽ നോക്കുന്ന ഒരു പെട്ടെന്നൊരു വല്ലാത്തൊരു ശബ്ദം. അവൻ ജനങ്ങൾ തടപടാൻ ചൊല്ലി എണീക്കുന്ന ശബ്ദമാണ്. ഒരു 2 മിനിറ്റ് കൊണ്ട് ആ ഓഡിറ്റോറിയത്തിലുള്ള ആൾക്കാർ കംപ്ലീറ്റ് ഒഴിക്കാൻ പോയി. ഞാനും ബൈക്കും പിടിച്ചിട്ട് ധരിച്ചു നിന്നിട്ടാണ്. അപ്പോഴും എൻ്റെ ഈ പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോയ ചങ്ങായി നമ്മോട് കളിച്ചാൽ ഇങ്ങനെയാണ്, ഇനി മേലിനാട്ടിൽ നമ്മോട് കളിച്ചാൽ. അപ്പോൾ അവർക്ക് തെറ്റിദ്ധാരണ നീക്കി കൊടുത്തു. നാട്ടിലത്തെ ഇവിടുന്ന് പറഞ്ഞത് നമ്മുടെ അടുത്തുള്ള വെറുപ്പുള്ള ആൾക്കാർ പറഞ്ഞത് അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. അല്ല, അവരോട് പറഞ്ഞു കൊടുത്താൽ അങ്ങനെയാണ്. എന്നുവെച്ചാൽ വണ്ടാത്ത അതിന് പിത്തിനാന്ന് അവർ എല്ലാവരും പറഞ്ഞു. എന്നോട് എൻ്റെ അടുത്ത് എന്നെ കൂട്ടിക്കൊണ്ടുപോയി അമ്മ അടുത്ത് കളിച്ചാൽ ഇങ്ങനെ ഇതിങ്ങൾക്ക് ഉരുപ്പാണ്. അതിൻ്റെ പിറ്റേന്ന് അവർ പരിപാടി നടത്തി. അതിൻ്റെ പിറ്റേന്ന് ഈ പറഞ്ഞതിനെ കണ്ട് ഫുള്ള് ആൾക്കാരിലുണ്ടായി വലിയൊരു പരിപാടി നടത്തി. അപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെയാണ് നമ്മളെടുത്ത്, അതിന് നിങ്ങളല്ല എരഞ്ഞോളി മോസയിൽ ആര് നമ്മളെടുത്ത് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു താക്കി. ഇതെൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയൊരു എൻ്റെ കലാജീവിതത്തിൽ എൻ്റെ ഏറ്റവും വലിയൊരു ആലോചിക്കാനും ചിരിക്കാനും അത് വലിയ ഗൗരവമുണ്ട്. എന്നുവെച്ചാൽ എല്ലാം കൊണ്ട് പഠിക്കാൻ, ഇത് മറ്റുള്ള കൂട്ടർക്ക് പഠിപ്പിക്കാനോ തരാം. അത് കളിക്കരുത്, ഒരിക്കലും ഞാൻ കളിക്കൂല. ഞാൻ അത്രയും വലിയൊരു സംഘടനയോടോ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിനോട് ഞാൻ കളിക്കാനില്ല. എനിക്ക് അതിനോട് ഭയങ്കര താല്പര്യമുള്ള ഒരാളാണ്. ഏകദേശം എത്ര കൊല്ലത്തോളമായി ഉണ്ടാവും ഇപ്പോൾ ഈ ഫീൽഡിൽ? ഞാൻ 55 വർഷമായി. 55 വർഷം. പിന്നെ ആദ്യമായിട്ടൊരു വായനശാലയുടെ പരിപാടിക്കാണോ പാടിയത്? ആദ്യമായിട്ട് പാടുന്നത് നമുക്ക് 2 പേർക്കാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം കിട്ടിയത്. ഒരു പാട്ടുകാരെ കൊടുത്ത് നിന്നെനിക്കൊന്ന് യേശുദാസൻ, അതൊരു ഭാഗ്യം. എന്നുവെച്ചാൽ ഞാൻ ആദ്യമായിട്ട് പാടുന്നത് എൻ്റെ നാട്ടിൽ തന്നെ അരങ്ങേറ്റപ്പറമ്പ് എന്നൊരു സ്ഥലമുണ്ട്. അരങ്ങേറ്റപ്പറമ്പിൽ ശ്രീനാരായണ മഠമുണ്ട്. അപ്പോൾ ശ്രീനാരായണ മഠത്തിൽ ശ്രീനാരായണ ഗുരു ജയന്തിയോടനുബന്ധിച്ചുള്ള ആഘോഷ പരിപാടി. അപ്പോൾ അതിൽ എരഞ്ഞോളി ഗ്രാമീണ കലാസമിതി ഒരു സമിതിയുണ്ട്. അതിൽ ഞാനൊരു മെമ്പറാണ്. അപ്പോൾ ഒരു ഗാനം പാടാം, ഒരു ഹാർമോണിപ്പെട്ടി, പിന്നെ വയലിൻ, ഫ്ലോട്ട് ഇതെല്ലാം വെച്ചുകൊണ്ടുള്ള ഒരു പരിപാടി. അങ്ങനത്തെ അന്നത്തെ ഓർക്കസ്ട്ര അതാണ്. അതുപോലെ ഇന്നത്തെ മരുന്നല്ല, ഹാർമോണിയം, ഒരു വയലിനുണ്ട്. അങ്ങനെ 3-4 ആൾക്കാർ ഇരുന്നിട്ടുള്ള ആദ്യമായിട്ടൊരു വേദിയിൽ പാടുന്നത് ഈ മാപ്പിളപ്പാട്ട് തന്നെയാണ്. അപ്പോൾ അന്നൊരു ആദ്യമായിട്ട് ശ്രീനാരായണ ഗുരുവിൻ്റെ മഠത്തിന് വെച്ചിട്ട് ആദ്യമായിട്ട്
ഒരു സദസ്സിൽ പാടുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ മഠത്തിൽ പാടുന്നത് മാപ്പിളപ്പാട്ടാണ്. മാപ്പിളപ്പാട്ടാണ് പാടുന്നത്. അതേപോലെ തന്നെയാണ് യേശുദാസിന് ശ്രീനാരായണ ഗുരുസ്വാമിയുടെ 4 വരി ശ്ലോകം ചൊല്ലിയിട്ട് യേശുദാസ് തുടങ്ങിയത്. അപ്പം ഈ മലയാള കരയിൽ മലയാളത്തിൽ 2 പാട്ടുകാർക്കാണ് ഞാനത് ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്ന ഒരാളാണ്. എന്ന് വെച്ചാൽ ഗുരുവാണ്. ആ ഗുരുത്വം എനിക്ക് കിട്ടിയെന്നുള്ള ഉറപ്പാണ്. ഞാൻ ഇത്രയും കൊല്ലങ്ങളായിട്ട് പഠിച്ച എനിക്കൊരു സമയം പോലും ഒരു പിറകിൽ പോകേണ്ടതായിട്ട് വന്നില്ല. ഞാൻ ചെയ്യുന്ന പണി എന്തെങ്കിലും ഓരോരോ പടി എന്നെ കൊണ്ട് മുന്നിൽ ചവിട്ടിക്കല്ലാണ്ട് എനിക്ക് അവിടുന്ന് പിറകിൽ എൻ്റെ കാലെടുത്ത് വെക്കേണ്ടതായിട്ട് വന്നില്ല. അത്രയും തിരക്കായിരുന്നു എന്നെ സംബന്ധിച്ചിട്ട്. സമയം വന്നാലും മറ്റുള്ള കൂട്ടർക്കുള്ളതിനെക്കാട്ടും കൂടുതൽ പ്രോഗ്രാമും എനിക്കുണ്ട്. വിദേശത്ത് ഞാൻ 297 തവണ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ അടുത്ത ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബറിൽ അവിടെ വെച്ചിട്ട് 1000 വേദികളിൽ ഗൾഫ് നാടുകളിൽ 1000 വേദികളിൽ പാടാൻ കഴിഞ്ഞ ഒരു പാട്ടുകാരനാണ്. അതിൻ്റെ ഒരു ആഘോഷം ഇന്ത്യൻ ഇസ്ലാം സെന്റർ അവർക്കാണ് ഞാൻ ആദ്യമായിട്ട് അവരാണ് എന്നെ കൊണ്ടുപോകുന്നത് 74 ഡിസംബർ. ഈ 55 വർഷത്തെ ഈ മാപ്പിളപ്പാട്ട് ജീവിതത്തിൽ ആ ശേഖരണത്തിൽ ഇക്കാല മറക്കാൻ പറ്റാതെ ഇക്കാക്ക് ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു പാട്ട് ഏതാണ്? ധാരാളം പാട്ടുണ്ട്. പക്ഷേ എന്നെ ഒരു പാട്ടുകാരനായിട്ട് ജനങ്ങളുടെ മുന്നിൽ എനിക്കൊരു അംഗീകാരം കിട്ടിയ ഒരു പാട്ടാണ് മേറാജ് രാവിലെ കാറ്റ്. ആ പാട്ട് പുറത്തിറങ്ങിയോട് കൂടിയിട്ടാണ് ഞാൻ ശരിക്കും ജനങ്ങളിൽ എനിക്കൊരു അഭിപ്രായം ഉണ്ടായ ഒരു പാട്ടുകാരനായിട്ട് മാറി. അല്ലാണ്ട് ഈ ഒരു പ്രദേശത്ത് മാത്രം ചുറ്റിക്കളിക്കുന്നൊരു പാട്ടുകാരനില്ല. അപ്പം ഇങ്ങനെ ആകാശവാണിലും പാടി, പിന്നെ ഗ്രാമഫോൺ റെക്കോർഡിൽ പാടി. ഗ്രാമഫോൺ റെക്കോർഡിൽ പാടിയതാണ് ഈ മേറാജ് രാവിലെ കാറ്റ്. പി.ടി. അബ്ദുൽ റഹ്മാൻ എഴുതി ചാന്ദ് ഭാഷ ട്യൂൺ ചെയ്ത് മദ്രാസ് അച്ഛൻ്റെ റെക്കോർഡിൽ പാടി. ആ പാട്ട് ഇറങ്ങിയോട് കൂടിയിട്ടാണ് എന്നെ വല്ലാണ്ട് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. റെക്കോർഡിൽ ആദ്യമായിട്ട് വന്നത് ആദ്യം ഒരു ഗ്രാമഫോൺ റെക്കോർഡ് ആദ്യമായിട്ട് വന്നു. അതിൻ്റെ ഒരു 4 വരെ നമുക്കൊന്ന് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒന്ന് മോളാം. ഓ മേറാജ് രാവിലെ കാറ്റേ മരുഭൂത്തണുപ്പിച്ച കാറ്റേ കരളിൽ കടക്കുന്ന കടലായി തുടിക്കുന്ന കുളിരിൽ കുളിക്കുന്ന കാറ്റേ മേറാജ് രാവിലെ കാറ്റേ മരുഭൂ തണുപ്പിച്ച കാറ്റ്. ഇതാണ് എന്നെ രജോളി മൂസാണൊരു പാട്ടുകാരനെ ഉണ്ടാക്കി എനിക്ക് ഒരു സ്ഥാനം തന്നെ പാട്ട്. 100 കണക്കിന് വല്ലാത്ത പാട്ടുകളിൽ ഞാൻ പാട്ടില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ ഭക്തിഗാനങ്ങളും ഈ ചരിത്രഗാനങ്ങളിലും പാടാൻ കഴിഞ്ഞ ഒരാളാണ്. അതും മറ്റൊന്ന് വെച്ചാൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം നല്ല അറിവുള്ള എഴുത്തുകാരൻ, നല്ല അറിവുള്ള ഓ സാഹിബ്, പി.ടി. അബ്ദുൽ റഹ്മാൻ, ജമാൽ കൊച്ചങ്ങാടി, പിന്നെ കാനേഷ് പോലൊരു പ്രേംസൂരത്ത്, ഇതുപോലുള്ള വല്ലാത്ത എഴുത്തുകാരെ പാട്ട് കിട്ടി. അതേപോലെ തന്നെ ആ പാട്ട് അപാര കഴിവുള്ള സംഗീതജ്ഞന്മാർ ട്യൂൺ ചെയ്തിട്ട് ചാന്ദ് ഭാഷ, കോഴിക്കോട് അബൂബക്കർ, ഇങ്ങനെയുള്ള പല ആൾക്കാർ ട്യൂൺ ചെയ്തിട്ട് പാടാൻ കഴിഞ്ഞതാണ് ഏറ്റവും വലിയ പാട്ട്. അതുകൊണ്ടാണ്. അല്ലാണ്ട് ഞാൻ ഇന്ന് വരെ ഒരു പാട്ട് എഴുതിയിട്ടില്ല, ഒരു പാട്ട് ട്യൂൺ ചെയ്തിട്ടില്ല. ഞാൻ 1000കണക്കിന് പാട്ട് പാടുന്നതിന് ശബ്ദം മാത്രമാണ്. പക്ഷേ 35 കൊല്ലമായിട്ടും ഞാൻ പാടുന്ന അന്ന് പാടിയ പാട്ടും ഇന്ന് ഞാൻ വേദിയിൽ പോയി ഞങ്ങൾ ആവശ്യപ്പെട്ട് പാടിക്കുന്ന പാട്ടുകൾ 35 കൊല്ലം മുമ്പ് പാടിയ അന്ന് മുതൽ പാടുന്ന ഇന്ന് ഈ സ്റ്റേജിൽ ഇവിടെ ഒരു സ്റ്റേജുണ്ടെങ്കിൽ ഇന്നും എന്നെ കൊണ്ട് ഞാൻ പാടിയില്ല, അവർ ജനങ്ങൾ പാടി. മുസക്ക മേറാജ് രാവിലെ കാറ്റ്, മുസക്ക മിസ്രയിലെ, ഇതിനൊരു 35 കൊല്ലത്തെ പഴക്കമുണ്ട്. ഈ പാടുന്നതിൻ്റെ ഇടയിൽ കുറച്ച് അഭിനയിക്കുന്നുണ്ടായല്ലോ, അതിൻ്റെ ഈ അഭിനയത്തിലേക്കുള്ള ഒരു മാറ്റം എങ്ങനെയായിരുന്നു? അഭിനയിക്കുക ഒരു നാടകത്തിൽ പോലും അഭിനയിക്കാൻ അറിയാത്ത ഒരാളാണ്, അഭിനയിക്കാത്ത ഒരാളാണ്. എരജോളി ഗ്രാമീണ കലാസമിതി വെറും പാട്ട് മാത്രമല്ല, നാടകം അവതരിപ്പിക്കുന്ന ഒരു കലാസമിതിയായിരുന്നു. അവിടെ ഇങ്ങനെ കോറസ് എല്ലാം പാടാമെന്ന് കുട്ടിക്കാലത്ത് പാടാമെന്നല്ലാണ്ട് അഭിനയം എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ഒരു ദിവസം ഇങ്ങനെ നിൽക്കുന്നേരം ഒരു ഫോൺ, അപ്പോൾ ഞാൻ ആരാന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു കമൽ, കമലാണെന്ന് പറഞ്ഞു. ഞാനൊരു തമാശയായിരിക്കും, ആരെങ്കിലും പിടിച്ച് എന്നെ ഒരു സ്വീപ്പാക്കുന്നതായിരിക്കും ഒരു ധാരണ. അപ്പം പറഞ്ഞു
എന്താ വേണ്ടെന്ന് ചോദിച്ചാൽ അപ്പം പറഞ്ഞത് കമലന്യാണ്. കാരണം നമ്മളൊരു സിനിമയിൽ നിങ്ങളെ കൊണ്ട് ചെറിയൊരു വേഷം ചെയ്യിക്കുന്ന ഒരാഗ്രഹമുണ്ട്. അപ്പം എനിക്ക് ശബ്ദവും അയാളെ സംസാരത്തിൻ്റെ സ്റ്റൈലും കമലന്യായിരിക്കും എനിക്ക് ശരിക്കും ബോധ്യമായി. അപ്പോൾ അങ്ങനെ ആഗ്രഹമുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു പണിയാണ് അഭിനയം. ഞാൻ ഇത് ജീവിതത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? അവർ താല്പര്യമില്ലാണ്ടില്ല. അപ്പോൾ എന്നാൽ പിന്നെ നിങ്ങൾ നാളെ തന്നെ പിന്നെ കൊടുങ്ങല്ലൂർ പിന്നെ ഇന്ന ഹോട്ടലിലുണ്ട് ഞാനും ഡോക്ടർ ഇക്ബാലും കുറ്റിപ്പുറം അവിടെ ഉണ്ട്. അവിടെ നമ്മളെ വന്നിട്ട് കാണണം. ഞാൻ പോയി അവിടെ പോയി സംസാരിച്ച് അയാൾ കമ്പ്യൂട്ടർ നോക്കി. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞൊരു അടുത്ത ഇന്ന ദിവസം മട്ടാഞ്ചേരി എത്തണം. ഞാൻ അവിടെ പോയി. അപ്പോൾ എൻ്റെ അടുത്ത് അതിൻ്റെ അസിസ്റ്റൻ്റ് വന്നിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ് സംഭവം. ക്യാമറയിലും വെച്ചിട്ട് പറയുന്നത് ഇങ്ങനെയാണ്. നിങ്ങളെ സാധാരണ കാണുന്നൊരു കുട്ടിയാണ്, ഒരു പെൺകുട്ടി. അത് നിങ്ങൾക്ക് ആ കുട്ടീനെ കണ്ടിട്ടില്ലെങ്കിൽ വലിയ പ്രയാസം വരും. അങ്ങനെ എല്ലാ ദിവസവും കാണുന്ന ആ കുട്ടീനെ പിന്നെ ആ കുട്ടി നാട് വിട്ടു പോവാണ്. പിന്നെ ഒരിക്കലും ഈ നാട്ടിൽ ആ കുട്ടി തിരിച്ചു വരുന്നില്ല. അപ്പോൾ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് യാത്ര ചോദിക്കാൻ വേണ്ടി ആ കുട്ടി വരും. ആ കുട്ടി വരുന്നേരം ദൂരത്ത് നിന്ന് ഇങ്ങനെ വരുന്നേരം കുട്ടീനെ കണ്ടാൽ നിങ്ങളെ ചിരിച്ചുകൊണ്ട് ആ കുട്ടീനെ നിങ്ങൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞു. ഞാനത് കേട്ടു. പിന്നെ കുട്ടി ഇങ്ങടുത്ത് ഇങ്ങനെ നിങ്ങളോട് കുറേ തമാശയെല്ലാം പറഞ്ഞിട്ട് കുട്ടിയത് ഇങ്ങനെ മകളെ ഞാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് നിങ്ങളടുത്ത് യാത്ര പറഞ്ഞ് നിങ്ങൾ അപ്പം കാര്യമാണ്. ഞാൻ പറഞ്ഞു കാര്യം കണ്ണിൽ വെള്ളം പോകണ്ട. അതെല്ലാം നമ്മൾ തരാം. അപ്പോൾ സന്തോഷിക്കണം, പിന്നെ കരയണം. ആ കുട്ടിയെ ചിരിച്ചുകൊണ്ട് സ്വീകരിക്കണം. കുട്ടി യാത്ര പറഞ്ഞിട്ട് തിരിച്ചു പോകുന്നത് കരയണം. സത്യം പറഞ്ഞാൽ ആ കുട്ടി ഇങ്ങോട്ട് വരുന്നതിന് എനിക്ക് അന്തസ്സായി ചിരിക്കാനും കഴിഞ്ഞിട്ടില്ല, കുട്ടി പോകുന്നതിന് കാര്യമാണ് കഴിഞ്ഞിട്ടില്ല. ഇത് രണ്ടും എന്നെ കൊണ്ട് സാധിച്ചില്ല. എന്ന് വെച്ചാൽ അതാണ് അഭിനയം. അഭിനയം പഠിച്ച കുട്ടിക്ക് മാത്രമേ അഭിനയിക്കാൻ പറ്റൂ. പക്ഷേ എനിക്ക് കമലായൻ്റെ പേരിൽ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കമലിൻ്റെ ആ സഹകരണം കൊണ്ടാണ്. പിന്നെ എന്നെ വിളിച്ചാൽ വരും. പെരുമഴക്കാലത്ത് ഇങ്ങനെ ഒരു 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 ചെറിയൊരു ഭാഗമുണ്ട് പോയി. ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ ദുബായിൽ പ്രോഗ്രാമിൽ ഒരു ഊരിയാൻ. അതുപോലെ തന്നെ രാപ്പകലിൽ ചെറിയൊരു വേഷം ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചു. ഞാൻ പറഞ്ഞു ഖത്തറിൽ പരിപാടി ഒരു ഊരിക്കണം. ഞാൻ അഭിനയിക്കാനേ പോയി. അതിനുശേഷം പിന്നെ ആദാമിന്റെ മകൻ അത് പിന്നെ ഒരു പാട്ടിൻ്റെ ഫുൾ ടൈം ഉണ്ടായിരുന്നു. പാട്ടും അത് അയാൾക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു. പക്ഷെ അത് ഇക്കാന്റെ ശബ്ദമല്ലായിരുന്നു. അല്ല, ശങ്കർ മഹാദേവനാ പാടി. അപ്പം അതിനകത്ത് സലീം എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞാൻ സലീം എൻ്റെ കുട്ടിക്കാലത്തിനോട് വലിയ ബഹുമാനമുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു പാട്ടുണ്ട് നിങ്ങളത് വന്നിട്ട് അതൊന്ന് ലിപ്പ് ചെയ്താൽ മതി. ഞാൻ മക അപ്പോൾ അത് അതിനോട് പാടാൻ പറ്റും. അത് എൻ്റെ ഓരോരു താല്പര്യമായിരുന്നു. ഒരുപാട് അനുഭവങ്ങളുള്ള ഇക്കാക്ക് ഈ തലമുറയിലേക്ക് ഈ ഒരു ഫീൽഡിലേക്ക് കടന്നു വരുന്ന പുതിയ ആളുകളെ പറ്റി അവർക്ക് കൊടുക്കാനുള്ള ഒരു ഉപദേശം എന്താണ്? ഇപ്പം നല്ല ശബ്ദമുള്ള പാട്ടുകാർ കുട്ടിയാണ്. നല്ല ശബ്ദം എന്ന് വെച്ചാൽ നല്ല എന്തുകൊണ്ടും യോഗ്യന്മാരായ പാട്ടുകാർ. അവർക്ക് വേണ്ടുന്ന എല്ലാ പ്രോത്സാഹനം എൻ്റെ അടുത്ത് കൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ അവരെ വിളിച്ചാൽ കിട്ടൂല. ഒരു പ്രോഗ്രാമിൽ വിളിച്ച് വേണ്ടാത്ത ഡിമാൻഡ് ചെയ്യും, പിന്നെ വിളിക്കൂല. എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞത്. എന്തായാലും ഇത്രയും അനുഭവങ്ങൾ ഇക്ക പങ്കുവച്ചല്ലോ നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. പുണ്യമാസത്തിൽ കുടുംബസമേതം എന്ന നമ്മുടെ ഈ പ്രോഗ്രാമിൽ ഈ വലിയൊരു ഫാമിലി നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ പങ്കുവച്ചു. എല്ലാവർക്കും അള്ളാഹുവിനോട് നന്ദി പറയുന്നു. നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് നല്ലൊരു അടിപൊളി പാട്ട് പാടാം. മിസ്രിയിലെ രാജൻ അസീസിൻ്റെ ആരംഭ സൗജത്ത് മിന്നിത്തിളങ്ങി വിളങ്ങും ദീനത്തുൽ രാജാത്തി. മിസ്രിയിലെ രാജൻ അസീസിൻ്റെ ആരംഭ സൗജത്ത് മിന്നിത്തിളങ്ങി വിളങ്ങും ദീനത്തുൽ രാജാത്തി. ഇഷികക്കടലിൻ്റെ മോദ പോട്ടി മറിഞ്ഞല്ലോ ഇമ്പക്കനി യൂസഫ് നബിയിൽ നിറഞ്ഞല്ലോ. മിസ്രിയിലെ രാജൻ അസീസിൻ്റെ ആരംഭ സൗദത്ത്